നമസ്കാരം. ഡൽഹിയിൽ സേഫായിട്ട് ഞങ്ങൾ ഇരിക്കുന്നു. ഡൽഹിൻ്റെ പശ്ചാത്തലം വളരെ മോശമാണ്. പൊല്യൂഷനാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഭീകരവാദികളുടെ അറ്റാക്ക് ഡൽഹിയെ ഞെട്ടിച്ചു എന്ന് പറയാം. പുറത്തൊന്നും പോകാൻ വയ്യ. മാർക്കറ്റുകളൊക്കെ 3 ദിവസത്തേക്ക് ക്ലോസ്ഡാണ്. എല്ലാവർക്കും ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യർ മനസ്സിലാക്കി ആരാ ഇതൊക്കെ ചെയ്യണമെന്നുള്ളത്. അത് നമ്മുടെ കേരളത്തിലെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ തലതിരിച്ച് എഴുതി ചരിത്രം എഴുതി കൊടുക്കണേ. ബീഹാർ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി മോദി ചെയ്യണം. മോദിക്ക് ബീഹാർ ഇലക്ഷൻ ജയിക്കുന്നുള്ള 100% ഷുവറാ. അതിനുള്ള വർക്ക് ചെയ്തിട്ടാണ് മോദി ഇരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വേല കാച്ചിട്ട് സുഡാപ്പികൾ മെഴുകാൻ വരണ്ട, ആദ്യമേ പറഞ്ഞേക്കാം. പിന്നെ ഒരു മുസ്ലിം ലീഡർ കേരളത്തിലെ ജമാഅത്ത് മുസ്ലിം ലീഡേഴ്സ് പറയുന്നത്, എനിക്ക് അവരൊന്നും പേരുകൾ പോലും പറയണ ഇഷ്ടമല്ല. ഈ മുസ്ലിം മതത്തിനകത്തുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ ഒരു നേതാക്കന്മാരും ഒരു അനുശോചനയോ ഒരു എന്താ പറയുക, എല്ലാത്തിനെയും കരഞ്ഞു വിളിക്കണ ഫെമിനിസ്റ്റ് പറയണവരോ കമ്മ്യൂണിസമോ ഒന്നും ഒരു മെഴുകുതിരിയോ ഒരു വാക്കോ അതിനെപ്പറ്റി മിണ്ടുന്നില്ല. നടക്കുന്നത് നടക്കട്ടെ എന്നുള്ള ചിന്തയോട് കൂടിയാണ് ഇവർ വരുന്നത്. എവിടെ പോയി ഈ സമസ്തന്റെ നേതാക്കന്മാർ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ എവിടെ പോയി? ഇവർക്കൊന്നും പറയാനില്ലേ? ഗണഗീതം പറയുമ്പോൾ ഒരു കുട്ടീനെ സ്കൂളിലെ യൂണിഫോമിന്റെ ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അവിടുത്തെ യൂണിഫോമും നിയമങ്ങളും പാലിക്കാൻ പറ്റുമെങ്കിൽ അവിടെ പോയി ചേർന്നാൽ മതി. ചേർന്നത് അവിടെ ആക്രമം അയച്ചു വിടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് നടക്കാതെ പോയപ്പോൾ അതിനു വേണ്ടി വിളിക്കാൻ ആളുണ്ടായിരുന്നു. ഗണഗീതം പാടി എന്ന് പറഞ്ഞിട്ട് മെഴുകുകയായിരുന്നു സോഷ്യൽ മീഡിയ. ഗണഗീതം എന്ന് പറഞ്ഞാൽ കൂട്ടഗാനം, അല്ലാതെ RSSന്റെ പേരോ മോദിന്റെ പേരോ മോഹൻ ഭഗവതിന്റെ പേരോ ഒന്നും ഗണഗീതത്തിലില്ല. അത് രാഷ്ട്രത്തിനെ പറ്റി മാത്രം പറയുന്ന ഒരു പാട്ടാ, അല്ലാതെ അതിൽ ഒരു വിപ്ലവവും അതിലില്ല. ഇറ്റ്സ് ലൈക്ക് എ നാഷണൽ ആന്തം. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടേ അവർ പാടിയിട്ടുള്ളൂ. അതിനൊക്കെ മെഴുകണ ഈ നേതാക്കന്മാരൊക്കെ എന്താ? മുസ്ലിം നേതാക്കൾ എന്ന് പറയുന്ന ഈ സോൾ കോൾഡ് മുസ്ലിങ്ങളാണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. 100% ഈ ഡൽഹി പഹൽഗാം കാരണത്തോട് നമുക്കറിയാം. ഒരു സ്ഥലത്തും ഒരു പ്രാർത്ഥനയോ ഒരു മെഴുകുതിരിയോ ഒരു അനുശോചനയോ ഒന്നുമില്ല. ആർക്കും ഉണ്ടാട്ടില്ല, അല്ലേ? അപ്പൊ ഇത് തീർത്തും ഇപ്പൊ നമ്മൾ കാണണം. സൈന്യത്തെ തീർത്തു. ലഷ്കർ-ഇ തോയ്ബയുടെ നേതാവ് പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ നേതാവിനുണ്ടാക്കി. ലോകത്തിലെ ആദ്യത്തെ ഭീകരവാദി സ്വന്തം രാജ്യത്ത് ഇരുന്നു കൊണ്ട് സ്വന്തം രാജ്യത്തെ നശിപ്പിക്കാൻ, അവിടുത്തെ ജനങ്ങളെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ഉണ്ടാക്കിയ ഏക വ്യക്തിയാണ് ഷഹീദ് എന്ന് പറഞ്ഞ ലേഡി ഡോക്ടർ. ആ ലേഡി ഡോക്ടർ ഇത് ചെയ്യുമ്പോൾ അവള് സ്വയം മൂടി ചാക്കിനകത്ത് കയറി നിന്നിട്ട് ലോകത്തിന് സ്വർഗത്ത് പോവാൻ വേണ്ടി ലോകത്തെ നശിപ്പിച്ചിട്ട് ഏത് സ്വർഗത്തിലാണ് ഇവളൊക്കെ പോകുന്നത്? ഇതുപോലെയുള്ള ആയിരങ്ങൾ നമ്മളെ നാട്ടിലുണ്ട്. ആ നാട്ടിലുള്ള ആയിരങ്ങളെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഒരു മതത്തിനെ ആരും ഇവിടെ തള്ളി പറഞ്ഞിട്ടില്ല. ഒരു RSSും ഒരു മുസ്ലിമിനെയും തള്ളി പറഞ്ഞിട്ടില്ല. എത്രയോ നല്ല മുസ്ലിങ്ങളുണ്ട് ഇവിടെയൊക്കെ. അവരൊക്കെയാണ് ഇപ്പൊ കുടുങ്ങിപ്പോയത്. അവർക്കൊക്കെയാണ് ആരോട് മുസ്ലിം ആണെന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത ഒരവസ്ഥയിൽ ഇവർ കാര്യങ്ങൾ കൊണ്ടെത്തിച്ച്. ഡൽഹി സിറ്റി മാത്രമല്ല, ഡൽഹിയും ഹരിയാനന്റെ പകുതിയും UPന്റെ പകുതിയും കത്തിച്ചാമ്പലാവാനുള്ള RDXും അമോണിയം നൈട്രജനും ഒക്കെയാണ് പിടിച്ചെടുത്ത്. ഇന്ത്യക്ക് ശക്തിയില്ല. ഒരു സ്ഥലത്ത് പൊട്ടിയത് 9 എണ്ണം പിടിച്ചിട്ടാണ് ബാക്കിയുള്ളത് കത്തിപ്പോയതാണ്. ഇപ്പൊ മോദി അമിത്ഷാ രാജിവെക്കണം. മോദി അമിത്ഷാക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് ധാരണ ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം അവരുടെ കയ്യിൽ ഈ രാജ്യം എത്തിച്ച്. അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും പോലത്തെ ആൾക്കാർ ഇതുപോലെയുള്ള ആൾക്കാരെ അഴിച്ചുവിടും. ജൻസികളോട് ഇറങ്ങി രാജ്യം ഇതാക്കാൻ പറഞ്ഞു. അപ്പൊ ജൻസികളിലെ മൂത്താപ്പന്മാരെ ഇറങ്ങി പൊട്ടിക്കാൻ തുടങ്ങി. ജനങ്ങള് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്താണ് ഇവർ 3000 കിലോ അമോണിയം നൈട്രജൻ സൂക്ഷിച്ചെന്ന് ആലോചിക്കണം. ഇതെങ്ങാനും അവിടെ കത്തിയിരുന്നെങ്കിൽ എന്തു പറയും? മോദി അമിത്ഷയും മുസ്ലിങ്ങളെ കൊന്നു. അപ്പൊ ഈ ഗാസ പോലെയുള്ള ഒരു ഗ്യാസ സ്റ്റൈൽ സ്ട്രിപ്പ് തീർക്കാനായിരുന്നു ഡൽഹിയിൽ അവർ ശ്രമിച്ചത്. അതുകൊണ്ട് എപ്പോഴും കേരളത്തിലുള്ള ദേശത്തിന് സ്നേഹമുള്ളല്ലോ, ഇന്ത്യയിൽ ഒട്ടടങ്കമുള്ള ജനങ്ങൾ ജാഗ്രതരായിരിക്കുക. ദേശസ്നേഹികളാണ് ഇതിന് പറയുള്ളൂ. ഈ വർഗം ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കണം എന്ന് പറയുന്ന ഈ വർഗം, അവര് മുസ്ലിങ്ങളാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആ വർഗങ്ങള്
എങ്ങനെ അറ്റാക്ക് ചെയ്യും, എവിടെ കയറി വരും ഒന്നും നമുക്ക് ഒരു ധാരണയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുട്ടികളെ എന്നും പറയുന്ന പോലെ നമ്മൾ ആ ഒരു കോസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ വീടിൽ നിന്ന് നമ്മളെ മക്കളെ നല്ലത് പഠിപ്പിക്കുക. അല്ലാതെ സ്വർഗത്ത് പോയി സ്വർഗത്തിനെയും ഖബറിൻ്റെ ബുദ്ധിമുട്ടുകളെയും പറഞ്ഞല്ല, ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പഠിച്ചിട്ട് പറയുക, നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു രീതിയിൽ നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ ഇതുപോലത്തെ തീവ്രവാദി ഡോക്ടർമാരും എഞ്ചിനീയർമാരും നിറയെ പേരുകുന്ന കാലഘട്ടമാണെന്നുള്ളത് ഓരോരുത്തരും അറിയിക്കുക. ജയ് ഹിന്ദ്.